Hello my dear friends. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മാംഗോ റോൾ ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഒരു സ്വീറ്റ് ഡിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. മാംഗോ റോൾ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ മിക്സിയിൽ ഇവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇവിടെ ഞാനൊരു 6 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നെയ്യിൽ ബ്രെഡ് വഴന്നു വരുമ്പോഴേക്കും നല്ലൊരു മണം വരും. ഞാനിതൊരു 2 മിനിറ്റ്സ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മാംഗോ ഞാനിവിടെ കുറച്ച് പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. അതായത് വെറുതെ മുറിച്ച് മിക്സിയിലാക്കി അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി മാംഗോ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് യോജിപ്പിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിൽ പൊടിച്ച് വെച്ചായിരുന്നു. അതും ഇട്ട് കൊടുത്ത് ഇത് 3 ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളിട്ടേക്കുന്ന ചേരുവയെല്ലാം യോജിച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സാരമില്ല ഇടണ്ട. പിന്നെ ഇതിലൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഇട്ടേക്കുന്ന മാംഗോ പൾപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പോലെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് മാംഗോ പൾപ്പും കൂടി ഇട്ട് കൊടുത്ത് കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ പാകം, കണ്ടോ? എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാൻ പോകും. ഇനി നമുക്ക് മാംഗോ റോളാക്കി തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുട്ടി ഇതുപോലെ റോളാക്കി ഷേപ്പിലാക്കി എടുക്കണം. കണ്ടോ? ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ മാംഗോ എല്ലാം ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 രീതിയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വേറെ വീട്ടിൽ കാണിച്ചു തരാം. ഇനി ഇവിടെ അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് കാസ്റ്റർ ഷുഗറാണ്. അതായത് വീട്ടിൽ തന്നെ പഞ്ചസാര വെറുതെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താണ്, പൊടിച്ചിട്ടില്ല, വെറുതെ പൾസ് ചെയ്തെടുത്താണ്. ഇനി ആദ്യം ഞാൻ ഒരു റോൾ എടുത്ത് ഈ കാസ്റ്റർ ഷുഗറിലൊന്ന് പൊതിഞ്ഞെടുത്ത് കണ്ടോ, ഇതുപോലെ പൊതിഞ്ഞെടുത്ത് ആദ്യത്തെ റോള് റെഡിയാക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാംഗോ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കുക. അടുത്തത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ പൊതിഞ്ഞെടുത്ത് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന പോലെ പൊതിഞ്ഞെടുക്കാം. അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മാംഗോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന മാമ്പഴമോ ബ്രെഡോ ഉണ്ടെങ്കിൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സോ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.